ഇപ്പോൾ നമ്മൾ എവിടെ അഡ്വർടൈസ്മെൻറ്റ് കണ്ടാലും നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും ഹൈലറോണിക് ആസിഡ്, വൈറ്റമിൻ സി, AHA, BHA, സാലിസിലിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്, പിന്നെ റെറ്റിനോൾ, അങ്ങനെയുള്ള കുറച്ച് ടേംസുകൾ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. ആക്ച്വലി ഇതൊക്കെ എന്താണെന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇന്ന് ഞാനൊരു ജനറൽ ഐഡിയ തരാം. സോ പലർക്കും അറിയുന്നുണ്ടാവില്ല എന്താണ് ഇതൊക്കെ, എങ്ങനെയാണ് നമ്മുടെ സ്കിന്നിൽ ഉൾപ്പെടുത്തേണ്ടത്. കാരണം പലതും ആസിഡ്സ് എന്നാണ് കേൾക്കുന്നത്. ആസിഡ്സ് നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്താൽ നല്ലതാണോ, പിന്നെന്താ, അങ്ങനെയുള്ള കുറേ ഡൗട്ടുകൾ നിങ്ങൾക്കുണ്ട്. സോ ഇന്ന് ഞാൻ അതിനെ പറ്റിയിട്ടുള്ളൊരു ജനറൽ ഐഡിയ തരാം. എന്തൊക്കെയാണ് സ്കിന്നിന് നല്ലത്, എന്തൊക്കെയാണ് അത് എഫക്റ്റ് ആവുന്നത്, എങ്ങനെയാണ് അത് എഫക്റ്റീവ് ആവുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് ചെറിയൊരു ജനറൽ ഐഡിയ തരാം. ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ നിൽക്കുകയാണെങ്കിൽ അത് തനിയെ എപ്പിസോഡ്സ് ആയിട്ട് ഞാൻ പറയേണ്ടി വരും. സോ തനിയെ എപ്പിസോഡ്സ് ആയിട്ട് ഞാൻ വേറൊരു ദിവസം ഷെയർ ചെയ്യാം. ഇന്ന് നമുക്കിതെല്ലാം കൂടെ എന്താണെന്നുള്ളതിനെ പറ്റിയിട്ടൊരു ജനറൽ അവയർനെസ് കൊണ്ടുവരാം. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. Guys, welcome back to my channel. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വൈറ്റമിൻ സി, റെറ്റിനോൾ, ഹൈലറോണിക് ആസിഡ്, കെമിക്കൽ എക്സ്ഫോലിയൻസ് അതിനെ പറ്റിയിട്ടാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ വൈറ്റമിൻ സി എന്ന ആ ഒരു സാധനം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര പോപ്പുലറായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടേമാണ്. അതിൻ്റെ ഒരു ഫുൾ പാക്കേജ് തന്നെയുണ്ട് വൈറ്റമിൻ സി പ്രൊഡക്ട്സിൻ്റെ. നമ്മൾ ടി വിയിലായാലും യൂട്യൂബിലായാലും എല്ലാവരുടെയും നിങ്ങൾ കേൾക്കുന്നുണ്ട് വൈറ്റമിൻ സിയുടെ ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, സെറം, ഫേഷ്യൽ ഓയിൽ, ബോഡി വാഷ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ട്. ആക്ച്വലി വൈറ്റമിൻ സി നല്ലതാണ്, വളരെ 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 നല്ലതാണ്. വൈറ്റമിൻ സി നമ്മുടെ സൺ ഡാമേജിൽ നിന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ റിങ്കിൾസിൽ നിന്ന് ഹെൽപ്പ് ചെയ്യും. മുഖത്ത് ചുളിവുകളൊക്കെ വരികയാണെങ്കിൽ അത് മാറാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെന്താ, വൈറ്റമിൻ സി നമ്മളെ ഡാർക്ക് സ്പോട്ട്സ് മാറാൻ ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഡാർക്ക് പാച്ചസ് ഉണ്ടെങ്കിൽ അത് മാറാൻ ഹെൽപ്പ് ചെയ്യും. കാരണം അതിലൊരു ചെറിയൊരു ബ്ലീച്ചിങ് എഫക്റ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ മാറാൻ നമ്മളെ ഡീപ്ലി നമ്മുടെ സ്കിന്നിലേക്ക് ഇറങ്ങിച്ചെന്ന് അത് മാറ്റാൻ ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഞാൻ പല ഇതിലും കണ്ടിട്ടുണ്ട്, അതിൻ്റെ DIYs കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഹോം മെയ്ഡ് റെമഡീസ് കണ്ടിട്ടുണ്ട്. അതിൽ പല ആൾക്കാരും ഉപയോഗിക്കുന്ന ടെക്നിക്ക് ആക്ച്വലി തെറ്റാണ്. ഞാൻ പലതിലും ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ചില അവിടെയൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മൾ നാരങ്ങ തൊലിയിലൊക്കെ ചെറിയൊരു അളവിൽ വൈറ്റമിൻ സി ഉണ്ടല്ലോ. ഓറഞ്ച് തൊലിയിലായാലും നാരങ്ങയുടെ തൊലിയിലായാലും വൈറ്റമിൻ സി ചെറിയൊരു എമൗണ്ടിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ പറയുന്ന ഓറഞ്ച് തൊലിയായാലും നാരങ്ങ തൊലിയായാലും നമ്മൾ ബൾക്ക് ക്വാണ്ടിറ്റിയിലല്ല നമ്മൾ ഈ ഹോം മെയ്ഡ് പാക്സിന് യൂസ് ചെയ്യുന്നത്. വളരെ ചെറിയ ഒരു ക്വാണ്ടിറ്റിയിൽ, ഒരു നാരങ്ങയുടെ തൊലി അല്ലെങ്കിൽ 2-3 നാരങ്ങയുടെ തൊലിയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. സോ ആ ഒരു കോൺസെൻട്രേഷനെ നമ്മുടെ മുഖത്തേക്ക് പോകുന്നുള്ളൂ. അതിൽ വളരെ കുറച്ച് നമ്മുടെ സ്കിൻ തന്നെ അബ്സോർബ് ചെയ്യുന്നുള്ളൂ. അതിൽ തന്നെ ഈ പറയുന്ന ഹോം മെയ്ഡ് പാക്സ് ഉണ്ടാക്കുമ്പോഴും DIYs ചെയ്യുന്ന സമയത്തും പല ആൾക്കാരും ഞാൻ കാണുന്നുണ്ട്. നാരങ്ങ തൊലി ഇട്ടിട്ട് തിളപ്പിക്കും, നല്ലോണം തിളപ്പിക്കും. ആക്ച്വലി നമ്മുടെ റൂമൊക്കെ നല്ല മണം വരും, നല്ല ഒരു ലെമണി ഒരു സിട്രസ് ഫ്ലേവർ വരുമെങ്കിലും ആക്ച്വലി ഈ പറയുന്ന നാരങ്ങ തൊലിയായാലും ഓറഞ്ച് തൊലിയായാലും നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിക്കുന്ന സമയത്ത് അതിലടങ്ങിയിട്ടുള്ള വൈറ്റമിൻ സി ഹീറ്റുമായിട്ട് മിക്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈറ്റമിൻ സി അലിഞ്ഞു പോകും. പിന്നെ വൈറ്റമിൻ സിയുടെ ഗുണം, നമ്മൾ പിന്നെ എന്ത് ഫേസ് പാക്ക് ഇട്ടാലും എന്ത് നിറം വയ്ക്കും എന്ന് പറഞ്ഞാലും ഈ പറയുന്ന വൈറ്റമിൻ സിയുടെ ഗുണം നമുക്ക് കിട്ടുന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് അതിൻ്റെ എത്രയോ 100, നമ്മളിപ്പോൾ ഒരു നാരങ്ങയുടെ തൊലിയാണ് നമ്മളിപ്പോൾ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു 10,000 തൊലിയുടെ കോൺസെൻട്രേഷനാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഈ പറയുന്ന മോയ്സ്ചറൈസേഴ്സ് ആയാലും സെറംസ് ആയാലും ഫേഷ്യൽ ഓയിൽസ് ആയാലും. അതുകൊണ്ടാണ് മിക്ക സ്കിൻ കെയർ ആൾക്കാരും, ഞാനടക്കം ഈ പറയുന്ന സെറംസിലും മോയ്സ്ചറൈസേഴ്സിലും ഒക്കെ നമ്മൾ ശ്രദ്ധ ചെലുത്തുന്നത്. ഓക്കെ, അതും നല്ല കമ്പനിയുടെ യൂസ് ചെയ്യണം. ഓക്കെ, പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ വൈറ്റമിൻ സി ചൂടുമായിട്ട് മിക്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈറ്റമിൻ സി അലിഞ്ഞു പോകും. അതുകൊണ്ട് വാങ്ങുന്ന സമയത്ത് ഡാർക്ക് ബോട്ടിൽ നോക്കി വാങ്ങുക. അതായത് നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്ലിയർ ഗ്ലാസ് ബോട്ടിൽസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഒക്കെ ആണെങ്കിൽ ചൂട് തട്ടി ആ വൈറ്റമിൻ സി അലിഞ്ഞു പോകും. അതുകൊണ്ട് എപ്പോഴും വാങ്ങുമ്പോൾ ഡാർക്ക് ബോട്ടിൽസിലുള്ള വൈറ്റമിൻ സി മാത്രം വാങ്ങുക. ഓക്കെ, ഇതിലാണ് കുറച്ചുകൂടെ ഗുണങ്ങൾ ഉണ്ടാവുക. ഞാനെപ്പോഴും സെറമായിട്ടാണ് വൈറ്റമിൻ സി യൂസ് ചെയ്യുന്നത്. ഞാനെപ്പോഴും യൂസ് ചെയ്യുന്ന സെറം കമ്പനി ഏതാണെന്ന് വെച്ചാൽ ഒന്ന് സുഗന്ധയുടെ ആൻറ്റി ഓക്സിഡൻറ്റ് സെറം എന്ന് പറയുന്നത്, പിന്നെ ഒന്ന് മിനിമലിസ്റ്റിൻ്റെ വൈറ്റമിൻ സി സെറം ആയിട്ടാണ്. ഞാൻ എപ്പോഴും സെറം ആയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ സ്റ്റാർട്ടർ ആണെങ്കിൽ നിങ്ങൾക്ക് ഏത് ടൈപ്പിലുള്ള ഏത്
രീതിയിലുള്ള വൈറ്റമിൻ സി വേണമെങ്കിലും യൂസ് ചെയ്യാം. ഒന്നല്ലെങ്കിൽ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഫേസ് വാഷ് ആയിട്ട് യൂസ് ചെയ്യാം, സെറം ആയിട്ട് യൂസ് ചെയ്യാം, മോയ്സ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ പറയുന്ന ഫേഷ്യൽ ഓയിലായിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ മോയ്സ്ചറൈസറിൽ കുറച്ച് ഈ 2-3 ഡ്രോപ്പ് ഈ സെറം ഒറ്റിച്ച് കൊടുത്താൽ മതി സ്റ്റാർട്ടിങ് ആണെങ്കിൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ആസിഡാണ്. വൈറ്റമിൻ സി എന്ന് പറയുന്നത് ഒരു ആസിഡാണ്. അതിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണെന്ന് വെച്ചാൽ മെയിൻലി കാണുന്നത് അസ്കോർബിക് എന്ന് പറയുന്ന ഒരു ആസിഡാണ്. അതാണ് മെയിൻലി നമ്മുടെ മാർക്കറ്റിൽ കാണുന്നത്. പിന്നെന്താ, ഇത് ആസിഡ് ആയതുകൊണ്ട് നമ്മൾ വൈറ്റമിൻ സി എപ്പോഴും നമ്മൾ രാവിലെയാണ് യൂസ് ചെയ്യുന്നത്. രാത്രി യൂസ് ചെയ്യാം, പക്ഷെ രാവിലെയാണ് നമ്മൾ മെയിൻലി എപ്പോഴും യൂസ് ചെയ്യുന്നത്. കാരണം സൺ ഡാമേജിൽ നിന്നും തടയും. പക്ഷേ സൺ ഡാമേജിൽ നിന്ന് തടയും എന്ന് പറഞ്ഞിട്ട് ആരും സൺസ്ക്രീൻ തേക്കാതെ പോകരുത്. സണ്ണിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യും എന്നല്ല പറഞ്ഞത്. സൺ ടാനൊക്കെ ഓൾറെഡി ഉണ്ടെങ്കിൽ അത്, കാരണം ഈ സെറംസ് ആയാലും മോയ്സ്ചറൈസർ ആയാലും നമ്മുടെ സ്കിന്നിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മുടെ സ്കിന്നിൻ്റെ ഉള്ളിൽ നിന്നാണ് അത് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് സണ്ണിനെ ബ്ലോക്ക് ചെയ്യില്ല. നമുക്ക് സൺ ടാനൊക്കെ സൺസ്ക്രീൻ തേച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും സൺ ടാൻ വരും, അല്ലെങ്കിൽ ഇതേപോലെ പിഗ്മെൻറ്റേഷനൊക്കെ വരും. വൈറ്റമിൻ സി തേക്കുകയാണെങ്കിൽ നമ്മൾ ഡെയിലി തേക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് ഒരു 2-3 മാസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം കേട്ടോ. എന്നാലേ അതിൻ്റെ എഫക്റ്റൊക്കെ വരുള്ളൂ. കാരണം ഇതൊക്കെ ഡീപ്ലി നമ്മുടെ സ്കിന്നിലേക്ക് ഇറങ്ങിച്ചെന്ന് വർക്ക് ചെയ്യുന്ന സാധനങ്ങളാണ്. സോ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ കിട്ടുള്ളൂ. ഇപ്പോൾ ഏത് പ്രൊഡക്റ്റ് ആയാലും, വൈറ്റമിൻ സി എന്ന് മാത്രമല്ല, അതിൻ്റെ റിസൾട്ട് വരാൻ ഏത് പ്രൊഡക്റ്റ് ആയാലും നമ്മുടെ ആയുർവേദം മാതിരിയാണ്. സ്കിൻ കെയറിൻ്റെ കാര്യം എല്ലാം കുറച്ച് സമയമെടുക്കും മാറാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ നമ്മുടെ സ്കിന്നിലേക്ക് ഇറങ്ങി ചെന്നിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അല്ലാതെ നമ്മളെ സൺഷീൽഡായിട്ടോ അല്ലെങ്കിൽ സൺ ബ്ലോക്കായിട്ടോ വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് വൈറ്റമിൻ സി യൂസ് ചെയ്യണമെങ്കിൽ മസ്റ്റായിട്ടും ഈ പറയുന്ന സൺസ്ക്രീൻ എന്തായാലും ഉപയോഗിക്കണം. നമ്മൾ ഈ വൈറ്റമിൻ സി ഇട്ടിട്ട് നമ്മുടെ സ്കിന്നിനെ റിപ്പയർ ചെയ്യുന്ന പറഞ്ഞിട്ട് സണ്ണിലേക്ക് ഇറങ്ങി ചെന്നാൽ സൺ ടാൻ അടിച്ചിട്ട് തിരിച്ചു വരേണ്ടി വരും. ഓക്കെ, സോ സൺസ്ക്രീൻ മസ്റ്റാണ്. അതിപ്പോൾ ഈ വൈറ്റമിൻ സി എന്ന് മാത്രമല്ല, ഏത് ആസിഡ് ആയാലും എന്ത് ഉപയോഗിക്കുകയാണെങ്കിലും സൺസ്ക്രീൻ പുറത്ത് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിൽ നല്ല വെളിച്ചം വരുന്ന സ്ഥലമാണെങ്കിൽ, ജനലിൽ കൂടെയും ഒക്കെ സൺറൈസ് വരുന്നതാണെങ്കിൽ ഉറപ്പായിട്ടും വീട്ടിലിരിക്കുകയാണെങ്കിലും സൺസ്ക്രീൻ യൂസ് ചെയ്യണം. സോ അതാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. സോ വൈറ്റമിൻ സി എന്ന് പറയുന്നത് ഒരു ആസിഡാണ്, അത് മനസ്സിലായല്ലോ. ഈ അടുത്തത് ഹൈലറോണിക് ആസിഡ്. ഹൈലറോണിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു ആസിഡല്ല, അതൊരു ഹ്യൂമക്റ്റൻ്റ് ആണ്. അതൊരു എന്താ പറയുക, നമ്മുടെ ബോഡിയിൽ, നമ്മുടെ സ്കിന്നിൽ മോയ്സ്ചർ നിലനിർത്തുന്ന ഒരു സാധനമാണ് ഹൈലറോണിക് ആസിഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇപ്പോൾ മെയിൻലി നമ്മുടെ ടി വിയിലൊക്കെ ആഡ് വരുന്നുണ്ട്, ലോറിയലിൻ്റെ ഹൈലറോണിക് ആസിഡ് എന്ന് പറഞ്ഞിട്ട് അവർ വരുന്നുണ്ട്. എനിക്ക് നടയുടെ പേര് ഓർമ്മയില്ല. അതായത് നമ്മളിപ്പോൾ ഹൈലറോണിക് ആസിഡ് തേക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മുടെ പുറത്ത് അറ്റ്മോസ്ഫിയറിലുള്ള മോയ്സ്ചർ അബ്സോർബ് ചെയ്തിട്ട് നമ്മുടെ ഔട്ടർ സ്കിന്നിൽ നിലനിർത്തി വെക്കും. അപ്പോൾ നമ്മുടെ മുഖം ഒട്ടും ഡ്രൈ ആവില്ല. എപ്പോഴും ആ ഒരു മോയ്സ്ചർ അല്ലെങ്കിൽ ആ ഒരു മോയ്സ്റ്റ് നമ്മുടെ സ്കിന്നിലേക്ക് നിലനിൽക്കുന്ന സമയത്ത് നമ്മുടെ സ്കിൻ ഡ്രൈ ആവില്ല, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും, നല്ല പ്ലംപായിട്ട് അല്ലെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടിരിക്കും. അതേസമയം ഇത് ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഡ്രൈ ആയിട്ടുള്ള റീജിയൻ ആണെങ്കിൽ, അതായത് ഹ്യൂമിഡ് അല്ലാത്ത റീജിയൻ ആണ്, അല്ലെങ്കിൽ നമ്മളെപ്പോഴും എ സിയിലിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ മോയ്സ്ചർ അധികം ഉണ്ടാവില്ല നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ. അപ്പം എന്താ സംഭവിക്കുന്നത്, നമ്മൾ ആ സമയത്താണ് ഈ പറയുന്ന ഹൈലറോണിക് തേക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ, നമുക്ക് പുറത്തുനിന്ന് അത് തപ്പിയിട്ട് മോയ്സ്ചർ ഒന്നും കിട്ടില്ലല്ലോ. അപ്പോൾ നമ്മുടെ സ്കിന്നിലുള്ള മോയ്സ്ചറിനെയൊക്കെ അബ്സോർബ് ചെയ്തിട്ട് അത് ഔട്ടർ സ്കിന്നിലേക്ക് വെക്കും. സോ എപ്പോഴും ഈ ഹൈലറോണിക് ആസിഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നല്ല ഹ്യൂമിഡ് ആയിട്ടുള്ള ക്ലൈമറ്റ് ആയിരിക്കണം. അല്ല ഇനി അഥവാ നമ്മൾ ഡ്രൈ ആയിട്ടുള്ള അല്ലെങ്കിൽ എപ്പോഴും എ സിയിലിരിക്കുന്നവരൊക്കെയാണ് ഈ ഹൈലറോണിക് ആസിഡ് യൂസ് ചെയ്യുന്നവരെങ്കിൽ മേലെ നല്ലൊരു മോയ്സ്ചറൈസർ വെച്ചിട്ട് ചെറിയൊരു കോട്ട് കൊടുക്കുക. അപ്പം ആ മോയ്സ്ചറൈസറിന് നമുക്ക് ഈ ഹൈലറോണിക് ആസിഡ് അബ്സോർബ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ വെള്ളം അല്ലെങ്കിൽ ഒരു ഫേസ് മിസ്റ്റ് എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഹ്യൂമിഡ് അല്ലാത്ത ക്ലൈമറ്റ് ആണെങ്കിൽ, നമ്മുടെ നാട്ടിൽ വലിയ പ്രശ്നമില്ല, കാരണം നമ്മുടെ നാട് ഓൾറെഡി ചെറിയൊരു ഹ്യൂമിഡ് ക്ലൈമാറ്റിക്കാണ്. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് സൗദി അങ്ങനെയുള്ള കൺട്രീസൊക്കെ ഡ്രൈ ആയിട്ടുള്ള കൺട്രീസാണ്, അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള റീജിയൻസാണ്. അപ്പം അവിടെയൊക്കെ അല്ലെങ്കിൽ നമ്മൾ 24 മണിക്കൂറും എ സിയിലിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ നമ്മുടെ സ്കിൻ എപ്പോഴും ഡ്രൈ ആയിട്ടിരിക്കും. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ഹൈലറോണിക് ആസിഡും അപ്ലൈ ചെയ്തു, എന്നിട്ട് നമ്മൾ എ സിയിലിരിക്കുകയാണ്. ഹൈലറോണിക് ആസിഡ് എന്താ ചെയ്യുന്നത് വെച്ചാൽ പുറത്തെ മോയ്സ്ചർ നോക്കിയിട്ട് അല്ലെങ്കിൽ മോയ്സ്ചർ നോക്കിയിട്ട് അബ്സോർബ് ചെയ്യും. മോയ്സ്ചർ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അത് നമ്മുടെ സ്കിന്നിലുള്ള ജലാംശം എടുത്തിട്ട് അതിനെയൊക്കെ പൊക്കി പിടിച്ച് വന്ന് നമ്മുടെ സ്കിന്നിൻ്റെ ഔട്ടർ ലെയറിലിരിക്കും. അപ്പം പിന്നെ അത് വലിയ ഗുണം ചെയ്യുന്നില്ല. അതുകൊണ്ട് എപ്പോഴും ഹ്യൂമിഡ് ക്ലൈമറ്റിൽ നോക്കിയിട്ട് ഹൈലറോണിക് ആസിഡ് അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഹൈലറോണിക് ആസിഡ് നമുക്ക് പല ഫോമിൽ വരുന്നുണ്ട്.
ഒന്ന് ഞാനിപ്പോഴും യൂസ് ചെയ്യുന്നത് സെറം ആയിട്ടാണ്. ഇത് പ്യുവർ ബൈ പ്രിയങ്കയുടെ പ്യുവർ ബൈ പ്രിയങ്കയുടെ ഗോൾഡ് ഫേസ് സെറമാണ്. ഇതിൽ ഹൈലറോണിക് ആസിഡ് ഉണ്ട്, കുങ്കുമാതി തൈലം ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നല്ല സൂപ്പർ ഹൈലറോണിക് ആസിഡാണ്. ഇല്ലെങ്കിൽ നമുക്ക് മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്യാം. അതായത് ഞാൻ എപ്പോഴും വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നത് ക്ലിനിക്കിൻ്റെ മോയ്സ്ചറൈസറാണ്. സോ അതായിട്ട് യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ കറൻ്റ്ലി എൻ്റെ കഴിഞ്ഞ 2 മാസമായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സുഗന്ധയുടെ വൈറ്റ് ലോട്ടസ് മോയ്സ്ചറൈസറാണ്. ഇതിൽ ഹൈലറോണിക് ആസിഡ് ഉണ്ട്, നിയാസിനമൈഡ് ഉണ്ട്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. സോ നിങ്ങൾക്ക് ഏത് ഫോമിലാണോ ഇഷ്ടം ആ ഫോമിൽ നമുക്ക് രാവിലെ ആയാലും രാത്രി ആയാലും എപ്പോൾ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, സൺസ്ക്രീൻ മസ്റ്റാണ്. എന്താണെങ്കിലും നമ്മുടെ സ്കിൻ ഡ്രൈ ആക്കുകയാണെങ്കിലും പ്ലംപ് ആക്കുകയാണെങ്കിലും സൺ ബ്ലോക്കിൽ നിന്ന് സൺസ്ക്രീൻ തന്നെയാണ് വേണ്ടത്. ഓക്കെ, അടുത്തത് കെമിക്കൽ എക്സ്ഫോലിയൻസ് എന്താണെന്ന് വെച്ചാൽ അത് വലിയൊരു ചാപ്റ്ററാണ്. അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തനിയെ ഒരു വീഡിയോ തന്നെ ചെയ്യണം. പക്ഷെ ചുരുക്കി പറയുകയാണെങ്കിൽ കെമിക്കൽ എക്സ്ഫോലിയൻസിൽ തന്നെ പല ടൈപ്പ് ഉണ്ട്. AHA, BHA, PHA, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിൽ AHAയിൽ മെയിൻലി കണ്ടുവരുന്ന ഒരു ആസിഡാണ് ലാക്റ്റിക് ആസിഡ് എന്ന് പറയുന്നത്. BHAയിൽ കണ്ടുവരുന്ന ഒരു ആസിഡാണ് സാലിസിലിക് ആസിഡ്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അതിനെ ചുരുക്കി പറയുകയാണെങ്കിൽ ഈ പറയുന്ന കെമിക്കൽ എക്സ്ഫോലിയൻസ് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ സ്കിന്നിനെ റീടെക്സ്ചറൈസ് ചെയ്യും. അതായത് നമ്മുടെ മുഖത്തുള്ള വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ് നമ്മുടെ സ്കിന്നിനെ നല്ല സ്മൂത്ത് ആക്കും. കുരു വരികയാണെങ്കിൽ അത് ഇതേപോലെ കെമിക്കൽ എക്സ്ഫോലിയൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് പോകാൻ സഹായിക്കും. പിന്നെന്താ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സ്കിന്നിനെ ചെയ്യും. ഈ ഡെഡ് സ്കിൻസ് അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് മേലെ ഇരിക്കുന്ന ഡെഡ് സെൽസ് അതിനെ കളയാൻ ഹെൽപ്പ് ചെയ്യും. അപ്പം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുഖം ചെറുതായിട്ടൊന്ന് ഡ്രൈ ആവാൻ സാധ്യതയുണ്ട്. സോ അല്ലെങ്കിൽ ഞാനെപ്പോഴും യൂസ് ചെയ്യുന്നത് ഒരു കെമിക്കൽ എക്സ്ഫോലിയൻറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഹൈലറോണിക് ആസിഡ് അല്ലെങ്കിൽ നല്ലൊരു പ്ലംപായിട്ടുള്ള നല്ലൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് നമ്മുടെ സ്കിന്നിനെ ഡെഡ് സ്കിൻസും ഡെഡ് സെൽസും ഒക്കെ കളയാൻ ഫസ്റ്റ് ലെയറത്തെ ഡെഡ് സ്കിൻസും ഡെഡ് സെൽസൊക്കെ പോവും. അപ്പോൾ നമ്മുടെ സ്കിന്ന് കുറച്ചൊരു ഫോട്ടോ സെൻസിറ്റീവ് ആയിരിക്കും. സോ സൺസ്ക്രീൻ മസ്റ്റാണ് ഇതിൽ. പിന്നെ ആസ് എ സ്റ്റാർട്ടർ നിങ്ങൾ ഇതേപോലെ ഒരിക്കലും ഇതുവരെ കെമിക്കൽ എക്സ്ഫോലിയൻസ് ഒന്നും ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ആസ് എ സ്റ്റാർട്ടർ നമുക്കൊരു നല്ലൊരു ടോണർ യൂസ് ചെയ്യാം. ഞാനിപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഇത് പ്യുവർ ബൈ പ്രിയങ്കയുടെ ഗ്രീൻ ടീ ടോണറാണ്. ഇതിലൊരു ചെറിയൊരു അളവിൽ BHA, സാലിസിലിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അതേമാതിരി ഞാൻ ഇന്നാൾ കാണിച്ച ഫേസ് വാഷ് ഇനീസ്ഫ്രീയുടെ ജെയ്ജു പോർ ക്ലെൻസിങ് ഫേസ് വാഷ്, അതിൽ ചെറിയൊരു ശതമാനം BHA അടങ്ങിയിട്ടുണ്ട്. അതേമാതിരി ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് മിനിമലിസ്റ്റിൻ്റെ കെമിക്കൽ പീലിംഗ് ആണ്. ഇത് ആഴ്ചയിലല്ല 2 ആഴ്ച കൂടുമ്പോഴേ ഞാനിത് യൂസ് ചെയ്യാറുള്ളൂ. ഇല്ലെങ്കിൽ എൻ്റെ കയ്യിൽ AHA, BHA സെറമായിട്ട് തന്നെ ഉണ്ട്. അത് ആഴ്ചയിലൊരിക്കൽ എങ്ങാനും യൂസ് ചെയ്യും. ഞാൻ പറഞ്ഞ പോലെ സ്കിന്നിൽ അല്ലെങ്കിൽ കുരുവന്ന പാട്, മുഖക്കുരുവിനെ പെട്ടെന്ന് താഴ്ത്താൻ, വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ പോകാൻ ഇത് നമ്മളെ നല്ലോണം ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇതാണ് ഒരു നട്ട്ഷെല്ലിൽ എന്താണ് കെമിക്കൽ എക്സ്ഫോലിയൻറ്റ് എന്താണെന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട്. ഫൈനലി ഞാൻ സംസാരിക്കാൻ പോകുന്നത് റെറ്റിനോളിനെ പറ്റിയിട്ടാണ്. റെറ്റിനോൾ നമ്മുടെ സ്കിന്നിനെ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഉണ്ട്. നമ്മൾ വയസ്സാവുന്നത്, ചുളിവുകൾ, ഫൈൻ ലൈൻസ് വരുന്നത് അതൊക്കെ തടയാൻ ഹെൽപ്പ് ചെയ്യും റെറ്റിനോൾ എന്ന് പറയുന്നത്. പക്ഷേ റെറ്റിനോൾ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായ പ്രകാരം 30 വയസ്സ് താഴെയുള്ളവർ റെറ്റിനോളിൻ്റെ ആവശ്യം ഇല്ല. 30 വയസ്സിന് ശേഷമാണ് നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു കപ്പാസിറ്റിയൊക്കെ പോകുന്നത്. മുഖം വലിയാനും ചുളിവ് വരാനും ലൈൻസ് വരാനും ഒക്കെ ഉണ്ട്. 30+ ഉള്ളവർക്ക് എന്തായാലും റെറ്റിനോൾ യൂസ് ചെയ്യാം. ആർക്കും വയസ്സാവുന്നത് ആർക്കും ഇഷ്ടമില്ലല്ലോ. അതുകൊണ്ട് എല്ലാവരും അതിനെ ഡിലേ ചെയ്യാനും ഈവൻ റിവേഴ്സ് ചെയ്യാനും ഒക്കെ റെറ്റിനോൾ ഹെൽപ്പ് ചെയ്യുന്നുള്ളതിന് ഒരു പ്രൂവൻ തിയറി ഉണ്ട്. സോ അവസാനത്തെ സാധനം റെറ്റിനോളാണ്. ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന റെറ്റിനോൾ മിനിമലിസ്റ്റിൻ്റെ റെറ്റിനോളാണ്. ഇത് റിവ്യൂ പറയാറായിട്ടില്ല, ഞാനിപ്പോൾ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. നല്ലൊരു കമ്പനിയുടെ റെറ്റിനോൾ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഉണ്ട് അതിൽ. സോ ഏജിങ് തടയാനൊക്കെ ഹെൽപ്പ് ചെയ്യും. സോ അതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഏതൊക്കെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് ആസിഡ്സ് ആയാലും ഏത് സെറം ആയാലും എന്ത് യൂസ് ചെയ്യണമെങ്കിലും സൺസ്ക്രീൻ മസ്റ്റാണ് എല്ലാത്തിലും. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.